ഉടനെ തന്നെ സ്ഥലം വിട്ടു, കേരളത്തിലേക്ക് പോയിക്കോ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. 3 പേര് എൻ്റെ മുറിയിലേക്ക് വന്ന് ഒരാളെൻ്റെ കയ്യിൽ, വലത്തെ കയ്യിലും മറ്റൊരാൾ ഇടത്തെ കയ്യിലും മറ്റൊരാൾ കാലിലും പിടിച്ചു. മിണ്ടിപ്പോകരുത് പറഞ്ഞ് കത്തി കാണിച്ച്, കത്തി കഴുത്തിൽ കൊണ്ടുവന്ന് വെച്ച് അടിച്ചിട്ടുണ്ട്. വടി, ഞാൻ പുറത്ത് വെച്ചിരുന്നൊരു വടി 2ആയിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കമത്തി കിടത്തിയിട്ടാണ്, ചന്തിക്കെട്ടാണ് ഭയങ്കരമായിട്ട് അടിച്ചത്. അത് നമ്മുടെ ഹൃദയം പൊട്ടിപ്പോണം. പിന്നെ കുറച്ച് പൈസ കുർബാനപ്പണം നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് അത് കാണിച്ചു കൊടുത്ത് നമ്മളത് ലോക്ക് ചെയ്തിട്ടുണ്ടായില്ല. അത് മർദ്ദനം തുടങ്ങിയത് നമ്മളെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ്. 1.5 മണിക്കൂർ എടുത്ത് ഞാൻ എൻ്റെ കെട്ടഴിക്കാനായിട്ട്. ഒരു ദയമില്ല, കൊല്ലാൻ ഞാൻ റെസിസ്റ്റ് ചെയ്തെങ്കിൽ എന്നെ വെട്ടിയാൻ. മെയ് 22-ന് ഒഡീഷയിലെ കുജിന്ദ്ര എന്ന ഗ്രാമത്തിൽ 2 മലയാളി OCD വൈദികർ നേരിട്ട ക്രൂര മർദ്ദനം. 22 പുലർച്ചെ 1 മണി മുതൽ 4 മണി വരെ 90 വയസ്സുള്ള ലിനസ് അച്ഛനും 43 വയസ്സുള്ള സിൽവിൻ അച്ഛനും നേരിട്ടത് ക്രൂര മർദ്ദനങ്ങൾ. ഓരോ മനസാക്ഷിയെയും വേദനിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന മർദ്ദനങ്ങളാണ് ഈ 2 മലയാളി വൈദികർ ഒഡീഷയിൽ നേരിട്ടത്. ഇന്നിപ്പോൾ മഞ്ഞുമൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ ഈ 2 വൈദികർ ചികിത്സയിലാണ്. എന്താണ് അന്ന് രാത്രി സംഭവിച്ചത്? ആരാണ് ഇവരെ ആക്രമിച്ചത്? എന്താണ് ഇതിന് പിന്നിൽ? ഈ വൈദികർ നമ്മളോട് സംസാരിക്കുന്നു. ഒഡീഷയിൽ അക്രമികളുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായ 2 വൈദികരിൽ ഒരാളിപ്പോൾ നമ്മളോടൊപ്പമുണ്ട്, ഫാദർ ലീനസ്. അച്ഛന് 90 വയസ്സ് കഴിഞ്ഞു. അച്ഛനും ആ ഒരു ക്രൂര മർദ്ദനത്തിനിരയായി. 2 വൈദികരിൽ ഒരാളാണ് അച്ഛൻ. അച്ഛൻ കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഒഡീഷയിൽ സേവനം ചെയ്യുന്നുണ്ട്. അച്ഛാ, കഴിഞ്ഞ ദിവസമാണ് ഒരു ക്രൂരമർദ്ദനം സംഭവിച്ചത് ഒഡീഷയിൽ. അച്ഛൻ എവിടെയാണ് സേവനം ചെയ്യുന്നത് ഒഡീഷയിൽ? ഞാനിപ്പോൾ കൊച്ചുണ്ടയിൽ ചെറുവാട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ സേവനം ചെയ്യുന്നത്. അതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് കാർമൽ നികേതൻ ചെറുവാട്ടി, ലാഡ് ജംഗ്ഷന് സമീപം. അവിടെ 2 വർഷമായി ഞാനിപ്പോൾ സേവനം ചെയ്യുന്നു. എത്ര വയസ്സുണ്ട്? എനിക്ക് 90 വയസ്സുണ്ട് ഇപ്പോൾ. എന്താണ് പരിക്ക് പറ്റിയിരിക്കുന്നത്? എനിക്ക് കാലിനും വായുടെ അകത്തും പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്താണ് അന്ന് രാത്രി സംഭവിച്ചത്? അത് എൻ്റെ അറിവനുസരിച്ച് എൻ്റെ മുറിയിലേക്ക് ഇവർ കയറി വന്നത് ഒരു 1:30 മണിക്കാണ്, വെളുപ്പിന് 1:30 മണിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ കട്ടിലിൽ കിടന്നുറങ്ങുകയാണ്, മലർന്ന് കിടന്നുറങ്ങുകയാണ്. മിനിമം ഡ്രസ്സേ എനിക്കുണ്ടായിരുന്നുള്ളൂ, ചൂടായതുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് 3 പേര് എൻ്റെ മുറിയിലേക്ക് വന്ന് ഒരാളെൻ്റെ കയ്യിൽ, വലത്തെ കയ്യിലും മറ്റൊരാൾ ഇടത്തെ കയ്യിലും മറ്റൊരാൾ കാലിലും പിടിച്ചു. റൂം പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല? റൂം പൂട്ടിയിട്ടുണ്ടായി, പൊളിച്ചാണ് കയറിയത്. അറിഞ്ഞില്ല, പൊളിച്ച് കയറിയപ്പോഴും അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ച് അച്ഛന്മാരായിരിക്കും എന്ന് കരുതി. പെട്ടെന്ന് ആ ഒരു ഉറക്കത്തിലേ, ഡീപ്പ് സ്ലീപ്പിൽ അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ ഇവർ കയ്യിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് സ്വരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉടനെ എൻ്റെ വായ എല്ലാവരും തുണി കയറ്റിയിട്ട് അടച്ച് കെട്ടി. പിന്നെ എൻ്റെ കൈയും പുറകിലേക്ക് വെച്ച് കെട്ടിയിട്ട് പറഞ്ഞ് മിണ്ടിപ്പോകരുത് പറഞ്ഞ് കത്തി കാണിച്ച്, കത്തി കഴുത്തിൽ കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ അങ്ങനെ അതാണ് തുടക്കം. അതിനുശേഷം എന്നെ നിർത്തിയിട്ട് എന്നെ വലിച്ച് അവർ മറ്റേ സിൽവിൻ അച്ഛൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെയൊക്കെ എനിക്ക് ഇത്തിരി ചെറിയ പ്രോബ്ലമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ അടിയും ഇത് അതിൽ പെട്ടിട്ടുണ്ടാവും. പിന്നെ മേശയിലെല്ലാം കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അടിച്ചിട്ടുണ്ട്. വടി, ഞാൻ പുറത്ത് വെച്ചിരുന്നൊരു വടി 2ആയിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഒരു പാമ്പിനെ കൊല്ലാനായിട്ട് വെച്ചേക്കുന്നൊരു വടി. അത് ആണ് എൻ്റെ ഓർമ്മയിൽ. അതാണ് അച്ഛൻ്റെ ഉറക്കപ്പിച്ചിലായതുകൊണ്ട് ആ ഒരു ഉറക്കമായിപ്പോയി, ഡീപ്പ് സ്ലീപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വലിച്ച് അവിടെ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഓർമ്മയൊക്കെ ആയി.
അപ്പോൾ എൻ്റെ മുമ്പിലിട്ടാണ് അദ്ദേഹത്തിനെ മർദ്ദിച്ചത്. ആരാ? സിൽവിനച്ഛൻ അച്ഛൻ്റെ മുമ്പിലിട്ട് അച്ഛനെ സിൽവിനച്ഛൻ്റെ റൂമിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ട് പിന്നീട് എന്താ സംഭവിച്ചിട്ട് അവിടെ ചെന്ന് കൊണ്ടുപോയിട്ട് കെട്ടിയൊക്കെയാണല്ലോ എന്നെ അവിടെ നിർത്തി. പിന്നെ അത് ആ സമയത്ത് എൻ്റെ മുറി അവിടെ ലൂട്ട് ചെയ്ത് സൗകര്യമാണല്ലോ എന്നെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ അവർക്ക് ഒരു മുറി മാത്രം സൂക്ഷിച്ചാൽ മതിയല്ലോ കാർഡ്, അവർ ടീമാണല്ലോ. അപ്പോൾ അങ്ങനെ 3 പേര് അവിടെ ഉണ്ട്. അപ്പോൾ സിൽവിനച്ഛനെ ആ മുറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ എന്നെയും കൊണ്ടുവന്നു. പിന്നെ ജോലിക്കാരത്തിനെയും ഇതുപോലെ എന്നെ പിടിച്ചുകൊണ്ട് ഉപദ്രവിച്ചിട്ടില്ല, അതിനെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കമത്തി കിടത്തിയിട്ടാണ് ചന്തിക്കെട്ടാണ് ഭയങ്കരമായിട്ട് അടിച്ചത്. അത് നമ്മുടെ ഹൃദയം പൊട്ടിപ്പോണ അടിയായിരുന്നു, ഭയങ്കര അടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അടിക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ നിനക്കും വേണമെന്ന് പറഞ്ഞ് എൻ്റെ നേരെ വന്നു. അപ്പം അങ്ങനെ അതാണ് അവിടെ നടന്ന സംഭവം. അപ്പോൾ അവരത് ലൂട്ട് ചെയ്ത് അവിടുത്തെ പൈസയൊക്കെ എടുത്തതിന് ശേഷമാണ് അടിച്ചേക്കണം. ആ പൈസ മാത്രമല്ല അവരുടെ ലക്ഷ്യം, അവരുടെ ഈ മതപരിവർത്തനമെന്നും പറഞ്ഞാണ് അവർ ഇവിടെ ആരും മലയാളികൾ വന്ന് പ്രവർത്തിക്കേണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾ അവരോട് ചോദിച്ചായിരുന്നോ ആദ്യമേ തന്നെ എന്തിനാണ് ഇങ്ങനെ ആക്രമിച്ചത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിച്ചില്ല? അല്ല, ചോദിച്ച് പറഞ്ഞ് ഞങ്ങൾ അല്ല അവർ ചോദിച്ചു, അവർ പൈസയാണ് ചോദിച്ചത്. പൈസ കാര്യം പറഞ്ഞു, ബാങ്കിലാണെന്ന് പറഞ്ഞു. നമ്മൾ പൈസ വയ്ക്കാറില്ല. പിന്നെ കുറച്ച് പൈസ കുർബാനപ്പണം നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് അത് കാണിച്ചു കൊടുത്തു. നമ്മളത് ലോക്ക് ചെയ്തിട്ടുണ്ടായില്ല, അച്ഛൻ കാണിച്ചു കൊടുത്തു. എൻ്റെ മുറിയിൽ 5000 രൂപ ഉണ്ടാവും, അതും കാണിച്ചു കൊടുത്തില്ല. പക്ഷെ അവരെടുത്തത് ഒരു ലൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. പിന്നെ അടുത്തുള്ള ഒരു മുറിയിൽ അച്ഛനുണ്ടായില്ല, മലയാളി അച്ഛൻ തദ്ദേവൂസ് അച്ഛൻ, അദ്ദേഹത്താണ് പ്രൊക്രേറ്റർ. അത് തന്നെ മുറിയിൽ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ അതും കുർബാന പണമായിരുന്നു. അപ്പോൾ അദ്ദേഹം അവർ ലോക്കും പൊളിച്ച്, അവർ അൽമാരയും പൊളിച്ച് എന്നിട്ടാണ് അത് അവരെടുത്തത്. അതിന് ശേഷമാണ് നമ്മളെ ഇങ്ങനെ മർദ്ദിച്ചത്. മർദ്ദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ. അപ്പോൾ അച്ഛൻ എല്ലാ കാര്യമായിട്ട് സംസാരിച്ചു. അച്ഛൻ പറയുന്നത് അതായത് ഞങ്ങൾ സെൻറ്റ് തോമസ് സ്കൂളിൽ അധ്യാപകരാണ്, അവിടെ നിന്ന് സാലറി കിട്ടണോണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങളുടെ പൈസ ഉള്ളത് ഞങ്ങൾ ബാങ്കിലിട്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പൈസ ഇവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അതിന് ശേഷം മർദ്ദിച്ചതിൻ്റെ കാരണം ഞങ്ങൾ പൈസ എടുത്തതിന് ശേഷമാണ് ഒരു മർദ്ദനം തുടങ്ങിയത്. അപ്പോൾ അത് മർദ്ദനം തുടങ്ങിയത് നമ്മളെ ഭയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരിക്കലും ഇനി അവിടെ ചെല്ലരുത്, ഒറീസയിൽ ചെല്ലരുത്, നമ്മൾ കേരളത്തിലേക്ക് മടങ്ങി പോരണം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അവരത് പറഞ്ഞിരുന്നോ, നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞല്ലോ. അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ ഉടനെ തന്നെ സ്ഥലം വിട്ടു കേരളത്തിലേക്ക് പോയിക്കോ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഈ ഒരു നമ്മുടെ ക്രൈസ്തവ മിഷണറിമാർ അവിടെ ചെയ്യുന്ന സേവനങ്ങൾക്കെതിരെയും കൂടി എതിരായിട്ടുള്ള അത് ഉറപ്പാണത്, അത് വളരെ വ്യക്തമാണ്. അതിനുശേഷം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായിരുന്നു? പോലീസിൽ നിന്ന് ഉടനെ നമ്മൾ അച്ഛനെ സുഖമില്ലെങ്കിൽ അച്ഛൻ വണ്ടിയെടുത്ത് ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിച്ചു. മർദ്ദനത്തിന് ശേഷം അച്ഛൻ പോയി അല്ലേ? അച്ഛൻ പോയി, വണ്ടിയെടുത്ത് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിച്ച് പോലീസ് വന്നു. പിന്നെ അത് കഴിഞ്ഞ് പോലീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ നോക്കി. അതിനുശേഷം ഞങ്ങൾ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞ് ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. ഞങ്ങൾ അവിടെ പോയി ഞങ്ങളുടെ ഇപ്പം ഈ മുറിവൊക്കെ കാണിച്ചു. അവർ മെഡിസിൻസൊക്കെ തന്നു ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഫോട്ടോ ഉണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ നല്ലതാണ്. അത് അച്ഛൻ്റെ കയ്യിലുണ്ടാവും ചിലപ്പോൾ ആ ഫോട്ടോ. അവിടെ ഞങ്ങൾ ആശുപത്രിയിൽ ഇരിക്കുന്ന ഫോട്ടോ, അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫോട്ടോയാണത്. പിന്നെ മാധ്യമങ്ങളൊക്കെ കുറേ വന്നു കേട്ടോ, അവിടെയുള്ള മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അഡ്വക്കേറ്റ്സൊക്കെ വന്നിരുന്നു. പിന്നെ നമ്മുടെ ആളുകളൊക്കെ എത്തി, പോലീസുകാർ. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ പോയി FIR ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ പിന്നെ വണ്ടിയിൽ തന്നെ ഇരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഞാനിവിടെ ഇരിക്കാം പറഞ്ഞു. അങ്ങനെ അവർ നമ്മുടെ അച്ഛന്മാർ എയർപോർട്ടിൽ നിന്നൊക്കെ അറിഞ്ഞ് വന്നു. അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഒപ്പിടാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. കൊണ്ടമാൾ വയലൻസ് ഉണ്ടല്ലോ, 2008 ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഈ ഉടുപ്പൊക്കെ ഇട്ടാണ് കമ്മീഷണർ പോലീസിൽ പോയി പരാതി കൊടുത്തത്, ഞങ്ങൾക്ക് സംരക്ഷണം വേണമെന്നും പറഞ്ഞ്. അപ്പോൾ അത് സംബൽപൂരായിരുന്നു. അപ്പോൾ
കമ്മീഷണർ പറഞ്ഞ് അച്ഛൻ ഒരു രക്ഷയില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, 2-3 പോലീസുകാരെ തരാം, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എത്രയും വേഗം അച്ഛൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ 200ഓളം പേര് മരിച്ചല്ലോ അതിൽ. അപ്പോൾ അതിൽ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഒരു 10 രൂപ പോലും നമ്മുടെ ആളുകൾക്ക് കൊടുത്തിട്ടില്ല. വീട് കത്തിക്കുകയും അതൊക്കെ റിലീജിയസ് ഫനാറ്റിക്സ് ആയിരുന്നു. സ്വാമി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് അതിനുശേഷം ഇപ്പോഴത്തെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിലെങ്ങാനും നമ്മുടെ ആശ്രമത്തിനെതിരെ ആരെങ്കിലും ഭീഷണി മുഴക്കി അങ്ങനെ വന്നിട്ടില്ല. ഈ ഇടയ്ക്കൊന്നും ഞാനവിടെ 2 വർഷമായിട്ട് ചെന്നിട്ടൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് നമ്മളോട് വലിയ കോപ്പറേഷനാണ്, നമ്മളോട് വളരെ സഹകരിച്ച് പോകുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ഞാൻ പോലീസുകാരോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു, ഇവർ നിർദോഷികളാണ്, ഇവരെ ഉപദ്രവിക്കരുത്. ആ പോലീസുകാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ആളുകൾക്ക് ആവശ്യമില്ലാതെ ക്വസ്റ്റ്യൻ ചെയ്ത് ഭീഷണിപ്പെടുത്തുക. കാരണം ഇവരെ നമ്മൾ ഭീഷണിപ്പെടുത്തിയാൽ അവർ നമുക്കെതിരായിട്ട് തിരിയും. ഒരു പക്ഷേ പുറത്തുനിന്നുള്ളൊരു ടീം അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നടത്തുന്ന മിഷണറിമാരെ, ക്രൈസ്തവ മിഷണറിമാരെ അവിടെ നിന്ന് ഓടിക്കണം എന്നൊരു ലക്ഷ്യം തന്നെ വെച്ചിട്ടുള്ള ആളുകൾ തന്നെ. അത് ഉറപ്പാണ്, നമ്മൾ അവിടെ നിന്ന് ഓടിക്കുക എന്നുള്ള ലക്ഷ്യം. അച്ഛന നിങ്ങളവിടെ ചെയ്യുന്ന സേവനങ്ങൾ മറ്റെന്തൊക്കെ സേവനങ്ങൾ ചെയ്യുന്നു? ഇപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നു, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തുള്ള ആളുകളുമായിട്ട് ഒരു കുട്ടികൾക്കൊരു സ്പോർട്സ് ഒരു ദിവസം വയ്ക്കും, ഒരു ആനുവൽ. ഇപ്പോൾ ക്രിസ്മസ് അത് മതപരിവർത്തനം പറയുന്നതുകൊണ്ട് അങ്ങനെ വെക്കാറില്ല, മതമായിട്ട് ബന്ധപ്പെട്ട് വെക്കാറില്ല. മറ്റുള്ള അവരുടെ ഹോളിഡേയ്സൊക്കെ വരും, അപ്പോൾ ആ ഹോളിഡേയ്സിലാണ് നമ്മളത് വെക്കുന്നത്. വെച്ചിട്ട് അവർക്ക് സ്പോർട്സ് നടത്തി സമ്മാനങ്ങൾ കൊടുത്ത് ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ വിടും. ഈ മേഖല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം ഏറ്റത് മറ്റേ അച്ഛനാണ് അല്ല, സിൽവച്ചനാണ്. അച്ഛനാണ് സുപ്പീരിയർ അല്ലേ? സുപ്പീരിയർ അദ്ദേഹത്തിനാണ് കൂടുതൽ മർദ്ദനമേറ്റത്. അതിനുശേഷം ഇപ്പോൾ അവർ 4 മണിയായപ്പോഴാണ് ഈ അക്രമികൾ വിട്ടുപോയത്. അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ ഇവർ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് പൂട്ടി. അപ്പോൾ എൻ്റെ കൈ കെട്ടി കിടക്കാനല്ലോ, അപ്പോൾ വായു ഇങ്ങനെ കെട്ടിയേക്കും. അപ്പോൾ അതുപോലെ അച്ഛനെ ഉള്ളിൽ വെച്ച് ജോലിക്കാരത്തിനെ അവളുടെ മുറിയിൽ കൊണ്ടുപോയിട്ട് പൂട്ടി, പുറത്തിട്ട് പൂട്ടിയേക്കാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് വരരുതെന്ന്. അപ്പോൾ അങ്ങനെ നടന്നു പോകാമല്ലോ, നമ്മുടെ കാല് കെട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 1.5 മണിക്കൂർ എടുത്ത് ഞാൻ എൻ്റെ കെട്ടഴിക്കാനായിട്ട് ഒറ്റക്ക് തന്നെ ഞാൻ കെട്ടഴിച്ച് ഊരി അച്ഛനും ഏതാണ്ട് 1.5 മണിക്കൂർ എടുത്ത്. പിന്നെ ഞാനപ്പോൾ എന്നിട്ട് എൻ്റെ മേശയുടെ വലിപ്പ് ഊരിയെടുത്ത് ഈ നമ്മുടെ വാതിൽ പൊളിക്കാനായിട്ട്, പൊളിച്ച് പുറത്ത് പോകണ്ടേ, പൊളിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ വലിപ്പ് ഊരിയെടുത്ത്. അപ്പോൾ അച്ഛൻ്റെ സ്വരം കേട്ട്, അച്ഛൻ ഭയങ്കരമായിട്ട് സ്വരമുണ്ടാക്കി വിളിച്ചപ്പോൾ അടുത്തുള്ളൊരു പൂജാരി, വെളുപ്പിനായതുകൊണ്ട് സ്വരം പോയി അങ്ങോട്ട്. ഞങ്ങളിത്തിരി പൊക്കം, പൂജാരിയും ഒരു പൊക്കമുള്ള സ്ഥലത്താണ്, അടിയിൽ വയലാണ്. അപ്പോൾ പൂജാരി അച്ഛന് ടോർച്ചും ഉണ്ടായി അടിച്ചിട്ട്. അപ്പോൾ പൂജാരി വന്നിട്ട് അപ്പോൾ പൂജാരിനോട് കാര്യം പറഞ്ഞ് അപ്പോൾ അകത്ത് കയറി ഞങ്ങൾ തുറന്നു വിട്ടു. തുറക്കാൻ പറ്റിയതല്ലേ? ഓക്കെ. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പിന്നെ വണ്ടി എടുത്ത് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി അറിയിക്കണമല്ലോ, പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അപ്പോൾ ശരിക്കും ഇപ്പം അച്ഛന് 90 വയസ്സുണ്ട് എങ്കിൽ പോലും അവരൊരു എന്തിട്ടാ പറയുക, ഒരു ദയം കാണിക്കാതുള്ള ആക്രമണമാണ്. ഒരു ദയമില്ല, കൊല്ലാൻ ഞാൻ റെസിസ്റ്റ് ചെയ്തെങ്കിൽ എന്നെ വെട്ടിയാൻ. ഞാൻ റെസിസ്റ്റ് ചെയ്തില്ല. ശരിക്കും മിഷൻ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു അവർ. മിഷൻ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലേക്ക് പോയിക്കോളൂ. അച്ഛൻ എങ്ങനെയാണ് ഇപ്പോഴും ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? ആ ട്രോമയിലാണോ ഇപ്പോഴും ആ ഒരു ആക്രമണം? എനിക്ക് അതൊക്കെ എല്ലാം മാറി. ഞാൻ അവിടെ അന്ന് തന്നെ മാറിയത്. അന്ന് തന്നെ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ നോർമലായിട്ടുള്ള കാര്യത്തിലേക്ക് കിടന്നു. മുറിവൊക്കെ ഉണ്ടായി, അത് അവർ ഡ്രസ്സ് ചെയ്ത് തന്നു. ആശുപത്രി കാലൽപ്പം വേദനയുണ്ട് ഇപ്പോഴും. ഇനി എങ്ങനെയാണ് അച്ഛന് ഭയമുണ്ടോ പോകാനായിട്ട്? ഇല്ല, എനിക്ക് അങ്ങോട്ടാ ഒഡീഷയിൽ ഒരു ഭയമില്ല. ഞാൻ വളരെ ധൈര്യത്തോടുകൂടി തന്നെ പോകും. അച്ഛന്മാരും കന്യാസ്ത്രീകളും വീട്ടുകാരൊക്കെ പറഞ്ഞ് പോകണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പോകും. ഞാൻ ഒരു ബുധനാഴ്ച വ്യാഴാഴ്ച ഞാൻ പറയുമ്പോൾ ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്യും. ഹൗസിൽ അച്ഛൻ വൈദികനുണ്ടോ? വൈദികരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു അച്ഛനും കൂടെ ഉണ്ടായ അച്ഛനുണ്ട്, പിന്നെ
അതിന് പകരം മറ്റച്ഛന്മാർക്ക് ഞങ്ങൾക്ക് പകരം വേറെ അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ അക്രമങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ് അറിയാൻ പാടില്ല, ഇതുവരെ ആരെയും കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചല്ലോ. ഇതിന് വേറെ ഒരുപാട് സ്ഥലത്ത് ഇതിനേക്കാളും വലിയ ആക്രമണം നടന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ബിഷപ്പ് തന്നെ ഇടപെട്ടിട്ടുള്ള കേസുകളാണ്. കേരളത്തിൽ ആണ് കുറച്ച് നമുക്കൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വൈദികർക്കും സിസ്റ്റർ നമുക്കൊക്കെ ഒന്ന് സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനമൊക്കെ ചെയ്യാൻ സാധിക്കും. കേരളത്തിന് പുറത്ത് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള സ്ട്രഗിൾസ് ഉണ്ട്. പുറത്ത് നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസാണ്. പിന്നെ പക്ഷേ ആളുകൾ നല്ല ആളുകളാണ്. അപ്പോൾ കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം ആ ഒരു രീതി തന്നെയാണ്, ആ രീതിയാണ് ഞങ്ങൾക്ക് അത് അറിയാം. അപ്പം പബ്ലിക്കായിട്ട് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വർഗീയത വരുന്നതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ BJP ആയാലും അല്ലെങ്കിൽ ഇവരെല്ലാം ക്രൈസ്തവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പ്രതീതി ഉണ്ടെങ്കിലും കേരളത്തിന് പുറത്ത് നമ്മുടെ ഈ വൈദികരും സിസ്റ്റേഴ്സൊക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലേ? പിന്നെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. നമ്മളിവിടെ വെച്ചാൽ നമുക്ക് വളരെ സന്തോഷമായിട്ട് നമ്മൾ പോകുന്നു. കാരണം നമുക്ക് പശുവും മറ്റൊക്കെ ഉണ്ട്, ആട് കോഴിയൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാ വൈക്കോലും നമ്മുടെ ഈ ട്രൈബൽസ് ആദിവാസികൾ നെയ്ബേഴ്സാണ് തരുന്നത്. നമ്മൾ പോയി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർ നമുക്ക് വേണ്ടി അത് ഇട്ടിട്ട് കത്തിച്ച് കളയില്ല, അവർ കൊണ്ടുപോവുകയില്ല. അവർ നമുക്കായിട്ടത് തരുന്നത് എല്ലാ കൊല്ലം. ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം തന്നു, ഈ കൊല്ലം തന്നു. അപ്പോൾ അവരുമായിട്ട് നല്ല അടുപ്പമാണ്. പിന്നെ നമുക്ക് ഈ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഒരു കൊടുങ്കാറ്റുണ്ടായപ്പോൾ നമുക്ക് നമ്മുടെ ആശ്രമം 6 ഏക്കറാണ്. അപ്പോൾ അതിൽ ഒരു 10-40 മാവുകളുണ്ട്, ഒട്ടുമാവുകൾ. അതൊന്നും എല്ലാം കൊടുങ്കാറ്റ് കൊണ്ട് മാങ്ങയെല്ലാം വീണു. 2,000 മാങ്ങയെങ്കിലും. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് ചാക്കിലാക്കി പല ചാക്കിലാക്കി ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി കൊടുത്ത്. പിന്നെ അവരോട് പറഞ്ഞു വന്ന് കൊണ്ടുപോകാനും പറഞ്ഞു, കളക്ട് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ നമ്മൾ നല്ല വിധത്തിലാണ് പോകുന്നത്. അത്തരത്തിൽ അവിടെയുള്ള ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒഡീഷയിലെ സാധാരണ ജനങ്ങളുമായിട്ട് നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഇതുപോലെ ചില ചിന്തകളുള്ള ചില വർഗീയ താല്പര്യമുള്ളവരാണ് ഇതിൽ എടുത്ത് ഒറ്റ കൊടുത്തേക്കുന്നത്. സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും ആരെങ്കിലും. അത് ടൗണിൽ, കൊച്ചുണ്ട ടൗണാണല്ലോ, അവിടെയുള്ള ആരെങ്കിലും ആയിരിക്കണം. ടൗണിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടോ? ഒരു 6 കിലോമീറ്റർ ഉണ്ടാവും. ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ പ്രദേശത്തൊക്കെ അവിടെ ഈ ബോയ്സേ അവിടെയൊക്കെ നടക്കാൻ പോകുന്നതാണ്. ടൗണിലേക്ക് നടന്നു പോകും, പോയി തിരിച്ചു വരും. അപ്പോൾ അത് എല്ലാ സൺഡേ തന്നെ പോകും. അപ്പോൾ അറിയാം ഇവിടുത്തെ സെമിനാരിയാണെന്നൊക്കെ അറിയാം. പിന്നെ അത് ഒരു ഓണം കയറാൻ മൂലയാണ്, പെട്ടെന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും കാണിച്ചു കൊടുത്താൽ വരാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അറിഞ്ഞ ആ ഒരു വാർത്തയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ലെൻസച്ചൻ പറഞ്ഞ ആ ഒരു 90 വയസ്സുള്ള അച്ഛനാണ്. അച്ഛനെ അവർ അത്രമാത്രം ആക്രമിച്ചതും അല്ലെങ്കിൽ ഒരു ദയവുമില്ലാതെ നിർദാക്ഷിണ്യം ആക്രമിച്ചു. അതിനുശേഷം കൈകൾ കെട്ടി വായും കെട്ടി റൂമിലിട്ട് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് അവർ പോയത്. അപ്പോൾ നമ്മുടെ വൈദികർ അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനം ചെയ്യുന്നവർ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ അനുഭവിക്കുന്ന യാതനകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, ഇപ്പോൾ ഈ ഒരു ഒഡീഷയിൽ നിന്ന്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളൊന്നും ഇത് അത്രമേൽ ഒരു വാർത്തയായിട്ട് ഇത് പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഇത്രമാത്രം ആക്രമണം സഹിച്ച ഒരു 90 വയസ്സുള്ള ഈ ഒരു വൈദികൻ്റെ ഈ ഒരു വാക്കുകൾ അത് നമ്മുടെ മനസാക്ഷിയെ പോലും ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്.